ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി 17 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രാവൻകൂട് ഷാപ്പ്. ഒരു ഡാർക്ക് ഹ്യൂമർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ, ശിവജിത്ത്, ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 1,70,00,000 രൂപയായിരുന്നു. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടി റേഞ്ചിലുമാണ്. രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് നേരെ പകുതിയോളം ഏകദേശം 80-85 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2-2.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 2,50,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 5 കോടിക്ക് മുകളിലുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആസിഫ് അലി നായകനായി ജോഫിൻ ടീച്ചൊക്കെ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ 9ാമത്തെ ദിവസം കൂടിയായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 1 കോടിയോളം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 16,65,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 9ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും 1 കോടിയിൽ പരം കേരള കളക്ഷനാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 17,65,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 8 ദിവസം കൊണ്ട് ഈ സിനിമ 38,50,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ 40,50,00,000 രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. 10 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി ഹനീഫ് അദേനി തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 20 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മാർക്കോ. മലയാള സിനിമയിലെ 9ാമത്തെ 100 കോടി ചിത്രം കൂടിയായ മാർക്കോ ഇന്ന് 29ാമത്തെ ദിവസമായ വെള്ളിയാഴ്ചയാണ് പിന്നിടുന്നത്. എ സർട്ടിഫിക്കറ്റ് നേടിയെടുത്ത ഒരു മലയാള സിനിമ ചരിത്രത്തിലാദ്യമായി 100 കോടി ക്ലബിൽ എത്തപ്പെട്ടു എന്ന പ്രത്യേകത കൂടി മാർക്കോയ്ക്കുണ്ട്. ഹിന്ദിയിലും തെലുങ്കിലും അത്യാവശ്യം മികച്ച ഹോൾഡ് ഇപ്പോഴും നിലനിർത്തുന്ന മാർക്കോ ഇന്ന് 29 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 103 കോടിക്ക് മുകളിലാണ്. കേരള കളക്ഷനായി 42 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ടി ദാമോദരന്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഐ വി ശശി സംവിധാനം ചെയ്ത് 1986 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് ആവനാഴി. മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായ കരടി ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ ഈ ചിത്രത്തിന്റെ 2ാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു. ഇന്ന് ഈ ചിത്രത്തിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. വളരെ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പ് സമ്മാനിക്കുന്നുവെന്ന് തന്നെയാണ് സിനിമ കണ്ട പ്രേക്ഷകരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാകുന്നത്. ആവനാഴിക്കൊപ്പം പുതിയ മലയാള സിനിമകളായി 3 എണ്ണം തിയേറ്ററിലെത്തിയിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂർ, മോണിഷ വാര്യർ, ശുക്കൂർ വക്കീൽ എന്നിവർ അഭിനയിച്ച 1098-1098 എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ബാങ്കോക്ക്, മലേഷ്യ ഉൾപ്പെടെ 8 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെടുകയും 9 അവാർഡുകളും കരസ്ഥമാക്കുകയും ചെയ്ത ഈ സിനിമ ഗുരു ഗോവിന്ദാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കുട്ടനാട്ടിലെ അന്നമുളയിക്കുന്ന കർഷകരുടെ കഥ പറയുന്ന ആദച്ചായി എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. മികച്ച പരിസ്ഥിതി സിനിമയായി സത്യജിത് റേ അവാർഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ബിനോയ് ജി റസൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ചെമ്പിൽ അശോകനാണ് ആദച്ചായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഷാജി സ്റ്റീഫൻ തിരക്കഥ സംവിധാനം ചെയ്ത ഓഫ് റോഡ് എന്ന സിനിമയാണ് 3ാമത്തെ റിലീസ്. ബെൻസ് രാജ് നിർമ്മിച്ച ഈ സിനിമയിൽ ശരത് അപ്പാണി, ഹരികൃഷ്ണൻ, നിൽജ കെ ബേബി, സംവിധായകനായ ലാൽ ജോസ്, ജോസ് കുട്ടി ജേക്കബ് എന്നിവരാണ് അഭിനേതാക്കൾ. കാർത്തിക് ഡിഒപിയും സുഭാഷ് മോഹൻരാജ് സംഗീതവും നിർവഹിക്കുന്നു. ജോൺകുട്ടിയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ്. മമ്മൂട്ടി കമ്പനിയുടെ മാറിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവനോൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി ടൈറ്റിൽ റോളിൽ എത്തുന്ന ഈ മിസ്റ്ററി ത്രില്ലർ സിനിമയിൽ ഗോകുൽ സുരേഷ്, ലെന, സിദ്ദീഖ്, വിജയ് ബാബു എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഇന്ന് ഈ സിനിമയുടെ സെൻസറിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 153 മിനിറ്റ്, അതായത് 2 മണിക്കൂർ 33 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.